والنفس كالطفل إن تهمله شب على حب الرضاع وإن تفطمه ينفطم. വന്നഫ്സു ആത്മാവ് എന്ന് പറയുന്നത് കത്തിഫ്ലി അത് കുട്ടിയെ പോലെയാണ്. കുട്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ ഇൻ തുഹ്മിൽഹു അതിനെ നമ്മളിങ്ങനെ വിട്ടയക്കുകയാണെങ്കിൽ ശബ്ബ അലാ ഹുബ്ബിർ റളാഅ് മുലകുടി നിർത്തേണ്ട പ്രായമായിട്ടും അത് നിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിനെ നമ്മൾ തോന്നിയതുപോലെ വിട്ടഴിച്ച് വീണ്ടും വീണ്ടും പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് പാല് കുടിച്ചുകൊണ്ട് തന്നെ വളരും. അതൊരിക്കലും സ്വമേധയാ ആ കുട്ടി ആ പാലുകുടി നിർത്തൂല എന്നതുപോലെയാണ് ശരീരം. ശരീരത്തിന് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ ആ തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മരണം വരെ ആ തെറ്റിലായി ജീവിക്കുക എന്നല്ലാതെ ഒരിക്കലും ശരീരം സ്വമേധയാ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കൂല. ശേഷം കവി പറയാണ് വഇൻ തഫ്തിംഹു യൻഫതിമി. ഈ മുലകുടിപ്രായം കഴിഞ്ഞ കുട്ടിയുടെ പാലുകുടി മാതാപിതാക്കൾ ബലാത്കാരമായി അത് നിർത്തുകയാണെങ്കിൽ യംഫതിമി ആ കുട്ടി അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. അപ്പൊ ശരീരം തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ അത് കഠിന പരിശ്രമം നടത്തിക്കൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി ക്ഷമയോടുകൂടെ അതിനെ നേരിടുന്നവർക്ക് മാത്രമേ നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള വരിയിൽ മഹാനവറുകൾ ആത്മാവിനെ ഒരു ഉപമ നടത്തുന്നുണ്ട്. അത് കുതിരയോടാണ്. കുതിരക്ക് കടിഞ്ഞാണിട്ട് കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ എന്നെ നിയന്ത്രിക്കാൻ ആരാണ് എനിക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ കുട്ടിയോടാണ് ഉപമിക്കുന്നത്. ഈ രൂപത്തിൽ പാലുകുടി നിർത്തേണ്ട സമയമായിട്ടും നിർത്താതിരുന്നാൽ കുട്ടി അതിലിങ്ങനെ തുടരുന്നത് പോലെ തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ശരീരത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആ തെറ്റിലായ ശരീരം ഇങ്ങനെ മരണം വരെ മുന്നോട്ട് പോകും എന്നാണ് കവി പറയുന്നത്. ഇവിടെ നഫ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ ശരീരം എന്നാണ് നമ്മൾ അർത്ഥം പറയാം. എന്നാൽ പല മഹാന്മാരും ആത്മാവ് എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട് എന്ന് വിശദീകരിച്ചവരുണ്ട്. ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവർ പറഞ്ഞു, ശരീരത്തിലേക്ക് ആത്മാവ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നഫ്സ് എന്നാണ് പറയാ. ശരീരവുമായുള്ള ആത്മാവിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോഴാണ് റൂഹ് എന്ന് പറയാ എന്ന അർത്ഥത്തിലൊക്കെ വിശദീകരണം നൽകിയത് കാണാം. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ വന്നഫ്സു എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവ് എന്നാണ്. ഏതായിരുന്നാലും ഈ രണ്ട് ഉപമയിലൂടെയും മഹാനവറുകൾ പറയുന്നത് ശരീരത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ ഒരു ആത്മീയ ഗുരു അനിവാര്യമാണ് എന്നാണ്.